ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് പെരുന്നാളിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. ഇത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വേഗം തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പിയിലോട്ട് പോകാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ആ പാലിലേക്ക് നോർമൽ ടെമ്പറേച്ചറായിട്ടുള്ള പാലാണ്, വലിയ തണുപ്പൊന്നുമില്ല, റൂം ടെമ്പറേച്ചറുള്ള പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നമ്മളിത് അടുപ്പിൽ വെച്ച് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ തിളപ്പിക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര, 1 ടീസ്പൂൺ കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒരു വിസ്ക് കൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. ഇപ്പം നമ്മൾ സ്റ്റൗ ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. എന്നിട്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഇങ്ങനെ ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് കട്ട പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് വേണം നന്നായിട്ട് ഇത് ഇളക്കാൻ. ഇതിപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിക്കായി വന്നിട്ടുണ്ട്. കുറുകി ഈ പാലിൽ കിടന്ന് ഈ കോൺഫ്ലവർ ഒന്ന് നന്നായിട്ട് വേവണം, അല്ലെങ്കിൽ ഒരു പച്ച ചുവയൊക്കെ അതിൻ്റെ ഒന്ന് മാറണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്, നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇടുമ്പോൾ നന്നായിട്ടൊരു ഗ്ലേസിങ് ആണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഒരുപാടങ്ങ് തണുക്കണ്ട, ചെറിയ നല്ല ചൂടൊന്ന് മാറി കിട്ടിയാൽ മതി. എന്നിട്ട് ഒരു പുഡിംഗ് ട്രേ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു ചെറിയ ചൂടോടെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇനി ഇത് കുറച്ച് നേരം പുറത്ത് തന്നെ ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ടും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നട്ട്സ് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ നട്ട്സ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താലും മതി. ഇത് ജസ്റ്റ് ഏത് നട്ട്സ് ആയാലും കുഴപ്പമില്ല, ബദാമോ കാഷ്യൂ ആയിരുന്നാലും ഒന്നും കുഴപ്പമില്ല, എല്ലാം നല്ല ടേസ്റ്റാണ്. ഇത് നമുക്ക് കുറച്ചൊന്ന് ഇതിൻ്റെ ടോപ്പിലിട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ ടോപ്പിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടും എത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുഡിങ്ങിൻ്റെ ടോപ്പിംഗ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 6 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഇതെടുക്കാൻ. ഓവർനൈറ്റ് വെച്ചാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറും 5 മിനിറ്റത്തെ ആവശ്യമുള്ളൂ ഈ പുഡിംഗ് ഒന്ന് റെഡിയായി കിട്ടാൻ. പിന്നെ ഇത് ഒന്ന് സെറ്റായി കിട്ടാൻ മാത്രം കുറച്ച് ടൈം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.